എല്ലാം ഉണ്ട് പുഷ്പയ്ക്ക്, എന്നാ ചിലതോ ഇല്ല. ആ ഇല്ലാത്തതൊക്കെ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കെറ്റിലും വെള്ളമില്ല. ഒരു ഇത്തിരി ഉളുപ്പ് അതില്ല, അതുപോലും ഒരു ഉളുപ്പില്ലാത്ത, ഒരു നാണോ മാനില്ലാത്ത പുഷ്പേ ശ്രീവല്ലി. അയ്യോ. എന്തായാലും ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ചാപ്രി അപരാധം. ചാപ്ലിക്കണ്ട അപരാധം, അങ്ങനെ തന്നെ പറയാം. എവിടെ പോണു? താഴത്തിലടാ. താഴണ്ട, അല്ല താഴാത്തുണ്ട് കേട്ടോ. അത് വേറൊരു സാധനം ഉണ്ട്, അത് ഒരിക്കലും താഴാറില്ല, താഴാതെ നിൽക്കുന്നു. താഴാത്ത ഒരൊറ്റ സ്ഥലമുള്ളൂ, പീലിങ്ങിന്റെ ടൈമിൽ മാത്രം. ആ സമയത്ത് താവൂല, ഒരു രക്ഷയില്ല. ഇത്രയ്ക്കും എന്താ പീലിങ്ങും കേറി മൂടും കേറി നടക്കുന്ന ഭാര്യ ഭർത്താവിന് ആദ്യമായിട്ട് കാണാം. ഇനി ആള് റെസ്റ്റ് ആണെങ്കിൽ ആള് നിലത്ത് വല്ല ഹോളിട്ടിട്ടു. സത്യമായിട്ടും ഈ ഒരു അപരാധത്തിന് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. അയ്യോ. എന്തായാലും സാധനം ചീഞ്ഞളിഞ്ഞിക്കണ്. പുഷ്പരാജ് അവസാനം ഒരു കരച്ചിലുണ്ട്. ആ കരച്ചിലില് ഞങ്ങളൊക്കെ ഇരുന്ന് കരഞ്ഞു പോയി. അതെ, ഇതിന്റെ ജോണർ പല രീതിയിൽ മാറിപ്പോകുന്നുണ്ട്. ഒരു സമയത്ത് പക്ക സീരിയലാണ്, അപ്പൊ മറ്റൊരു ജോണറായി മാറി. ഏതാ? ഭക്തിപ്പടം. പിന്നെ ഇത് ജോണർ മാറി, സോംബിയായി. പിന്നെ ഇതില് ഫഹദിന്റെ അഴിഞ്ഞാട്ടം പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതിൽ അഴിഞ്ഞാട്ടായിരുന്നില്ല, അഴിച്ചിട്ടുള്ള ആട്ടായിരുന്നു. എപ്പോ കാണുന്നോ അപ്പോഴൊക്കെ അഴിച്ചിടും, എന്നിട്ട് ആട്ടം. ഒക്കെ കാണും എന്തൊക്കെയാ നടക്കുന്നത്. തള്ള സൈക്കിള് സത്യമായിട്ട് പറയാം. ഊമ്പത്തരം കാണിച്ചു വെച്ചേക്കും. എന്തൊക്കെയായിരുന്നു തള്ളു? വില്ലാളി വീരനാണ്, വിക്രമാദിത്യ വരഗുണനാണ്, എന്റെ ഉമ്മമാടെ 16ആണ്. ഷാജി കാര്യം പറയുന്നത് കണകുണ വർത്താനം പറയുന്നോട്ടോ. ഇപ്പൊ ഞാൻ പറയണേനാണ് ഈ കള്ളപ്പോർക്കിന് കുഴപ്പം. ചാപ്രി സാധനം ഇത്രയ്ക്കും അത്തപതിച്ചൊരു സിനിമ കണ്ടിട്ടില്ല. നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. എന്താണെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് അനുഭവിക്കുക. 3.5 മണിക്കൂറുണ്ട്, സഹിക്കാൻ പറ്റുന്നവർ മാത്രം പോയി കണ്ടോളാം. എന്നാ ഒളിവി പോണേനക്കാ.